ഹായ്, വെൽക്കം ടു ഹിൽട്ടൺ ഗാർഡനിൽ. എൻ്റെ പേര് സെനുരാജ്. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ഷെഫാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഉലർത്ത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കോക്കനട്ട്, സോൾട്ട്, പെപ്പർ, ടെർമറിക്, ചില്ലി, കൊറിയാണ്ടർ, സോംഫ്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, ടൊമാറ്റോ, ഒനിയൻസ്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കോക്കനട്ട് ഇതിൽ ആ കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരാനായിട്ടാണ് ഇത്. അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ് ഉണ്ടെങ്കിൽ എന്നിട്ട് അതിലേക്ക് ഷാലറ്റ്സ്. ഇനി നന്നായി ബ്രൗൺ ആവണത് വരെ നന്നായിട്ടൊന്ന് വെക്കുക. ചെറിയ ചൂടിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ഇളകി വരിക. സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒനിയും വേഗം അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ സാധിക്കും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഡിഷാണ്. ഇത് സ്റ്റാർട്ടറായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ 2 സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഉള്ളി ഇപ്പോൾ ഏകദേശം ഒരുവിധം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചില്ലി പൗഡർ, കുറച്ച് ടെർമറിക് പൗഡർ, കുറച്ച് കൂടുതൽ കൊറിയാണ്ടർ പൗഡർ മാത്രം 2 ടീസ്പൂൺ. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ മസാല എല്ലാം നന്നായിട്ട് ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ ഇനി അത് നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയൊരു നല്ലൊരു മസാല ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ്, അല്പം വെള്ളം ആവശ്യമുണ്ട്. പ്രോൺസ് കുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. പ്രോൺസ് 2 പ്രാവശ്യം ഇതാകുമ്പോഴത്തേക്കും പ്രോൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനം സ്ലോ ഫയറിൽ വേണം ഇത് വെക്കാനായിട്ട്. ചെറു തീയിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. പ്രോൺസിൻ്റെ മുകളിൽ ആ മസാലയ്ക്കുള്ളൊരു ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഫിനിഷിങ്ങിനായിട്ട് സോംഫ് പൗഡറും കുറച്ച് പെപ്പർ പൗഡർ, ആവശ്യത്തിന് കുറച്ച് സോൾട്ട്. സോംഫ് പൗഡർ, പെപ്പർ പൗഡറൊക്കെ അവസാനം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫ്ലേവർ നിലനിർത്താനായിട്ടാണ് ഇത്. ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് വേണം. ഇപ്പോൾ പ്രോൺസ് ഉലർത്ത് റെഡി ആയിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഹിൽട്ടൺ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾക്കിത് വീട്ടിലും പരീക്ഷിച്ച് വെക്കാവുന്ന ഒരു സംഭവം.